ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്താണെന്നറിയാവോ? ബീഫ് ബിരിയാണിയാണേ. അപ്പോൾ ഇത് നമുക്ക് ബീഫൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ട് വരാം. ഇത് ബീഫ് കഴുകി നല്ല വൃത്തിയായിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സബോളയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി എല്ലാം കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ഇതേ ഗരം മസാല ഇട്ടു. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലതായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും കൂടി ഇട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് കുക്കറിൽ അടുപ്പേ വെക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം. ആദ്യം വെള്ളം അടുപ്പിൽ വെച്ചു. എന്നിട്ട് മസാലയൊക്കെ ഇട്ടു. കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കൈമ റൈസാണ്. അപ്പോൾ അത് നമുക്കത് കഴുകി വൃത്തിയായിക്കൊണ്ട് വരാം. കഴുകി വൃത്തിയാക്കി അപ്പോൾ വെള്ളവും തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് റൈസെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് തിളച്ചിക്കട്ടെ. അപ്പോൾ അത് വെന്ത് വരുന്നിടം വരെ നമുക്ക് ബീഫ് കറി അപ്പോൾ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റി കുറച്ച് മല്ലി ഇലയൊക്കെ ഇട്ട് കുറച്ച് തൈരുമൊക്കെ നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ബീഫ് കറി നല്ല റെഡിയാക്കി എടുക്കാം. അപ്പോൾ റൈസും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ബീഫ് കറിയുടെ മേലിലേക്ക് നമുക്ക് റൈസ് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ തൂക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച സബോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് നമുക്കതെല്ലാം കൂടെ അങ്ങനെ പല വട്ടമായിട്ട് ഇട്ടിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ദം ചെയ്യാൻ വെക്കാം. അതിൻ്റെ ഇടയ്ക്ക് സലാഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദം ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചു. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി അപ്പം റെഡിയായി. തുറന്നപ്പോൾ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ കാശിക്കൂട്ടൻ നമ്മുടെ ബിരിയാണി എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂപ്പർ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.